ഒരു കാലഘട്ടത്തിൽ തമാശകൾ കൊണ്ട് നമ്മളെയൊക്കെ ചിരിപ്പിച്ച നടനാണ് ഹരിശ്രീ അശോകൻ. സിനിമയിൽ എത്തുന്നതിന് മുൻപ് ധാരാളം കഷ്ടപ്പാടുകൾ മറ്റും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് നടൻ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നത്. ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തെക്കുറിച്ചും കടന്നു വന്ന വഴികളെക്കുറിച്ചും ഹരിശ്രീ അശോകൻ തുറന്നു പറയുന്ന ഒരു പഴയകാല വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത്. കേബിൾ കുഴി എടുക്കാൻ പോയതും മോണോ ആക്ടിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ സമ്മാനം നേടിയതുമടക്കമുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഹരിശ്രീ പറഞ്ഞിരുന്നു. ഒരുപാട് പേർ താമസിച്ചിരുന്നതായിരുന്നു പഴയ വീട്. 9 മക്കളും അച്ഛനും അമ്മയും. എല്ലാവരും കല്യാണമൊക്കെ കഴിച്ച് വേറെ വേറെയായി താമസം. ഇപ്പോൾ ഇളയ അനിയൻ മാത്രമാണ് അവിടെയുള്ളത്. അവിടുന്ന് പോന്നപ്പോൾ ആകെ കൊണ്ടുവന്നത് ഞാൻ ഊണ് കഴിക്കുന്നൊരു പിച്ചളപാത്രമാണ്. എല്ലാവർക്കും ഓരോന്നുണ്ട്. ചെറുപ്പം മുതൽ ഇപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് അതിലാണ്. അതും അമ്മയെയും മാത്രമാണ് ഞാൻ അവിടെ നിന്നും കൊണ്ടുവന്നത്. 77-ലാണ് 10ാം ക്ലാസ് പാസ്സാകുന്നത്. കോളേജിൽ പോകണം എന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പഠിക്കുക എന്നതിലുപരിയായി മോണോ ആക്ടിൽ യൂണിവേഴ്സിറ്റി വിന്നർ ആവണം എന്നായിരുന്നു. സ്കൂളിന്റെ ചരിത്രത്തിൽ മോണോ ആക്ടിൽ സ്റ്റേറ്റിൽ പോയി സമ്മാനം വാങ്ങുന്നത് ഞാനായിരുന്നു. കോളേജിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് വീട്ടിൽ ബുദ്ധിമുട്ടായിരുന്നു. അമ്മയ്ക്ക് യൂട്രസിൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു. അതിനാൽ അന്ന് പോകാൻ പറ്റിയില്ല. 77-ൽ തന്നെ പിക്കാസും എടുത്ത് റോഡ് കുത്തിപ്പൊളിക്കാൻ ഇറങ്ങി. ചേട്ടന്മാരുടെ കൂടെയായിരുന്നു. വോൾഗ ഹോട്ടലിന് മുമ്പിലായിരുന്നു തുടക്കം. ഞാൻ റോഡ് കുത്തിപ്പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വഴി എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച കുട്ടികൾ കോളേജിൽ പോകുന്നുണ്ടാകും. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. അതിനാൽ തോർത്തുകൊണ്ട് തല വഴി കെട്ടും, ആളെ അറിയാതിരിക്കാൻ. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചു, എന്താണിത്? ഞാൻ ജോലി ചെയ്യുകയല്ലേ? അങ്ങനെ അത് അഴിച്ചു മാറ്റി. അപ്പോൾ അതുവഴി കോളേജിൽ പോകുന്ന എൻ്റെ കൂട്ടുകാർ അടുത്തു വന്നു. അവർ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. നിനക്ക് ജോലിയായി, ഞങ്ങൾക്ക് പഠിച്ചിട്ട് വേണം ജോലിയാകാൻ. പിന്നെ ആ തോർത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ടെലിഫോണിൻ്റെ കേബിൾ ഇടാൻ വേണ്ടിയായിരുന്നു കുഴിച്ചിരുന്നത്. എന്നെ അന്ന് അംബ അശോകൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. വലിയ കേബിളായിരുന്നു. അത് വലിക്കുമ്പോൾ ഐലേ മാലേ എന്ന് അമ്പ ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഐലസ എന്ന് ഏറ്റുവിളിക്കും. ആ സമയം വഴിയെ പോകുന്ന ആരെ വേണമെങ്കിലും കളിയാക്കാം. ദേ ചുവന്ന സാരി ഐലസ, ദേ പോലീസുകാരൻ ഐലസ, അങ്ങനെ വിളിക്കാം. ഒരു ദിവസം കളിയാക്കിയത് എൻ്റെ കൂടെ പഠിച്ച പെൺകുട്ടിയെയായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മുഖം കണ്ടത്.